ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. പിക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഡേ ഇൻ ലൈഫാണ്. നമ്മുടെ ഉണ്ണികൾക്ക് എല്ലാവർക്കും വയ്യാണ്ടിരിക്കുകയാണ്. ഉണ്ണികൾക്ക് മാത്രമല്ല വലിയവർക്കും വയ്യാണ്ടിരിക്കുകയാണ്. നമ്മുടെ ഐനൂസിനാണ് കേട്ടോ ആദ്യം ഈ വൊമിറ്റിങ് ഛർദി ആദ്യം സ്റ്റാർട്ട് ചെയ്തതും. 1-2 പ്രാവശ്യം ഛർദ്ദിച്ചു. പിന്നെ അവന് ഭയങ്കര ക്ഷീണമായി. അത് കഴിഞ്ഞിട്ട് വയറിളക്കമായി. പിന്നെ ഒന്നും പറയണ്ട, ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. അപ്പോൾ പിന്നെ അവൻ്റെ കഴിഞ്ഞപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പിള്ളേർ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഉള്ള ഫുഡൊക്കെ കൊടുക്കട്ടെ. കൂവപ്പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറുക്കിന്ന് കൊടുത്തു നോക്കാൻ അമ്മ പറഞ്ഞു. കഴിക്കുന്നു തോന്നുന്നില്ല, കാരണം അവർ സാധാരണ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഞ്ഞി പോലും അവർ കഴിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെന്താ, ഇന്നലെ പിന്നെയും കുറച്ചും കൂടി സമാധാനമായിരുന്നു. ഉറക്കത്തിൻ്റെ കേസ് കഴിഞ്ഞ് 2 ദിവസമായിട്ട് മക്കളായാലും ഞങ്ങളായാലും ഈ പറഞ്ഞ പോലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ആദ്യത്തെ ദിവസമാണെങ്കിൽ അതിന് നിങ്ങൾ ഷോർട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനാണെങ്കിൽ ഭയങ്കര വയറുവേദനയായിരുന്നു. പിന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു. 3 മണി 3:15 ആയപ്പോഴാണ് കിടാവ് ഒന്ന് ഉറങ്ങിയത്. കുറച്ചൊന്ന് സുഖം പിടിച്ചൊന്ന് ഉറങ്ങിയത്. അതിൻ്റെ ഇടയിൽ എണീറ്റ് പിറക്കം തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാത്രി എടുക്കുമ്പോഴായിരുന്നു നമ്മുടെ അല്ലൂസിന് ഇതേപോലെ ഛർദി വന്നത്. ഒരു 4-5 പ്രാവശ്യം ഛർദ്ദിച്ചിട്ടുണ്ടോ. അത് കഴിഞ്ഞിട്ടൊരു 6:45-7 മണി ആയപ്പോഴായിരുന്നു അവൻ ഉറങ്ങിയത്. അപ്പോൾ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഭയങ്കര സുഖമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഉറങ്ങുന്ന സമയം 12 മണി 1 മണി ഈ ഒരു സംഭവത്തിലാണ് അവർ ഉറങ്ങുക. അതുകൊണ്ട് ഞങ്ങൾ മുകളിൽ പോയിട്ട് ഞങ്ങൾ ഉറങ്ങുന്ന സമയം 1:30 അതിൻ്റെ ഇടയിൽ പറയണ്ട ഗൈസ്, ഈ പറഞ്ഞ പോലെ എല്ലാ പിള്ളേരും പറഞ്ഞ പോലെ ഒരേപോലെ ആവില്ലല്ലോ. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഉറക്കത്തിൻ്റെ ഒരു സംഭവം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും അസുഖം വന്നാൽ പിന്നെ പറയണ്ട. അപ്പം അങ്ങനെ ഇപ്പോൾ കാശുകൂട്ടനാണെങ്കിലും ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് തലയ്ക്ക് കനം വെച്ച പോലെ ഉണ്ട്. അവനും കൂടി വരാതിരിക്കട്ടെ. പാറമോളാണെങ്കിൽ സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ അവൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ക്ലാസ്സൊക്കെ മിസ്സാവും. പിന്നെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിള്ളേരെ നോക്കാനുള്ള അവതുണ്ടാവില്ല. അപ്പം എല്ലാം കൊണ്ടും നല്ല സുഖമാണ്. ഇതേപോലെ ഒരു അവസ്ഥ വന്നിട്ട് കുറച്ച് നാളായി. ഞങ്ങൾക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിരിക്കുകയായിരുന്നു പനിക്കും ഛർദിക്കും വയറിളക്കത്തിനൊക്കെ. അപ്പോൾ ഞങ്ങളൊന്ന് ആശ്വസിച്ചിരിക്കുകയായിരുന്നു. പിള്ളേർക്ക് എന്തോ ഇമ്മ്യൂണിറ്റി കുറച്ച് കൂടിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പോൾ വയ്യായി ഒന്നും വരുന്നില്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അങ്ങനെ ഒന്നല്ല കേട്ടോ, ഇത് ഓരോ സീസണാണ്. ഇപ്പോൾ വൈറലാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ. അപ്പോൾ എന്തായാലും കഴിച്ച് നമ്മുടെ വീഡിയോയിലേക്ക് എന്തായാലും കിടക്കാം. നമ്മുടെ ഐനൂസ് എണീറ്റിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കാശുകുട്ടൻ പാപ്പം കഴിക്കുകയാണ്. ഐനൂസ് ആണെങ്കിൽ എണീറ്റിട്ട് കുറച്ച് വാശി അല്ലെങ്കിൽ ഒരു എന്താ പറയുക വയ്യാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലിരിക്കുകയാണ്. അല്ലുക്കുട്ടനെ എണീറ്റിട്ടില്ല. അല്ലുക്കുട്ടൻ ഇന്നലെ ഒട്ടും പാടുണ്ടായിരുന്നില്ല. ഐനൂനിപ്പോൾ ഒന്ന് സെറ്റായി വരുന്നു, ഒന്ന് മാറി വരുന്നു. വയറ്റിൽ നിന്ന് പോക്ക് കുറച്ചൊന്ന് ശമനമുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ വാശിയാണ്. ചില സമയത്ത് ഞാൻ വേണമെന്നുള്ളത്, ചില സമയത്ത് അച്ഛമ്മ, ചില സമയത്ത് വല്യമ്മ, അങ്ങനെയൊക്കെ ഓരോ ദിവസം ഓരോരുത്തരായിട്ടാണ് ഒട്ട. അപ്പം നമ്മുടെ അല്ലുട്ടനാണെങ്കിൽ ഭയങ്കര ക്ഷീണമാണ്. അവൻ എണീറ്റിട്ടില്ല. അപ്പം ഞാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കണ്ണൊക്കെ ബൾബ് പോലെ ഇരിക്കാൻ കേട്ടോ. ഞാനായാലും നിഖിൽ ചേട്ടനായാലും ഇവരെ നമ്മൾ സമാധാനം ഇല്ല, പിന്നെ ഉറക്കവും ഇല്ല. അപ്പം അതേ നമ്മുടെ ചെക്കൻ എണീറ്റിട്ടുണ്ട്. അപ്പം ചെക്കനെ എടുത്തുകൊണ്ട് വരാണ്. ഇവൻ ഉറങ്ങിയ സമയം നോക്കി നിഖിൽ ചേട്ടൻ കൂടെ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പം മുഖത്ത് ഇന്ന് വലിയൊരു ക്ഷീണം കാണുന്നില്ല. 2 ദിവസമായിട്ട് അല്ലു ആണെങ്കിൽ ഭയങ്കര വിറ്റാട്ടോ. അല്ലുവിന് ചെറുതായിട്ടൊന്ന് വന്നാൽ മതി. മൂപ്പര് ഭയങ്കര അഭിനയിക്കുകയാണ്. സോഫയമ്മയൊക്കെ എടുക്കൽ, അവനെല്ലാതും സോഫയമ്മ കൊണ്ടുവച്ച് കൊടുക്കണം. അവനെന്തോ നമ്മളൊരു രോഗീനെ പോലെ ട്രീറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഷൈനൂസ് ആണെങ്കിൽ കുറച്ച് തല പൊന്തുമ്പോഴേക്കും അവൻ നല്ല ഉഷാറായിട്ട് കളിച്ചു തുടങ്ങിക്കോളും. അപ്പം ഞാൻ വിചാരിച്ചു ഇവർക്ക് കാലത്ത് എന്തായാലും സാധാരണ കൊടുക്കണ ഫുഡുകൾ അതോ കഴിക്കുന്നില്ല. 2 ദിവസമായിട്ട് മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചിട്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. വാശി കൂടുന്നതിൻ്റെ ഒരു സംഭവം അത് തന്നെയാണ്. പിന്നെ വയറ്റിൽ നിന്ന് പോക്ക് കൂടുതലായതുകൊണ്ട് തന്നെ ഇനി പോകാനൊന്നുമില്ല വയറ്റിൽ നിന്ന്. കാശിക്കുട്ടൻ്റെ നമ്മുടെ പാറ ചേച്ചി ഡാൻസ് ക്ലാസ്സിന് പോയിട്ടുണ്ട്. അപ്പം പാറ ചേച്ചിയുടെ അപ്പം ചന്ദനമൊക്കെ തൊട്ട് പാപ്പം തിന്നിരിക്കുകയാണ് അവൻ. അപ്പം ഞാൻ എന്തായാലും കൂവപ്പൊടി കൊടുക്കട്ടെ. അപ്പം അമ്മ പറഞ്ഞു കൂവപ്പൊടി നല്ലതാണ്. പിന്നെ അതേപോലെ എനിക്ക് കുറേ കമൻസ് ഉണ്ടായിരുന്നു, കുറുക്കി കൊടുക്കുന്നത് നല്ലതാണ് വയറ്റിൽ നിന്ന് പോകും. പക്ഷെ ഇവർ കഴിക്കുന്നു എനിക്ക് തോന്നണില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കൊടുത്തു നോക്കാം. പിന്നെ എന്നോട് കുറേ പേര് എൻ്റെ ഷോർട്സ് കണ്ടിട്ട് പറഞ്ഞു കക്ഷത്തിലാണ് മറ്റേ തെർമോമീറ്റർ വയ്ക്കും. അതെനിക്കും അറിയാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഇവർ ഹോസ്പിറ്റലിൽ വിട്ട് വന്നപ്പോഴേ തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്, ചെറുപ്പം തൊട്ടേ. പക്ഷെ ഇവർ കക്ഷത്തിൽ വെക്കുക, ഉറങ്ങുന്ന സമയത്ത് കൊണ്ടുപോയിട്ട് കക്ഷത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ശ്വാസമില്ലാണ്ട് കരയും. അപ്പോൾ ആ ഒരു സമയത്ത് ആ കുട്ടീനെ ഭയങ്കരമായിട്ട് കരയിപ്പിക്കേണ്ട എന്നുള്ള രീതിയിലാണ്. ടെമ്പറേച്ചർ ഉണ്ടോ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴുത്തിൻ്റെ സൈഡിൽ വെക്കും. അവൻ കക്ഷത്തിൽ വെക്കാത്ത സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. കഴുത്തിലോ അല്ലെങ്കിൽ ഇതിന് കാൽമുട്ടിൻ്റെ മടക്കിലോ അങ്ങനെ വെക്കാറുണ്ട്. കാരണം ടെമ്പറേച്ചർ അധികം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ എനിക്കറിയാഞ്ഞിട്ടല്ല, നമ്മൾ ഓരോ പിള്ളേരെ അവസ്ഥ നോക്കിയിട്ട് ചെയ്തതാണ്. അപ്പം ഞാൻ പാപ്പം
രണ്ടുപേരും കുറച്ച് ദിവസം കൊടുത്ത് നോക്കി, പക്ഷെ രണ്ടുപേരും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ അയനൂസാണെങ്കിൽ അച്ഛൻ്റെ അമ്മേടെയും കാശുക്കുട്ടൻ്റെ ഒക്കെ ഫോട്ടോ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അല്ലൂസാണെങ്കിൽ 2 ബിസ്ക്കറ്റ് കഴിച്ചു. പിന്നെ അയനുക്കുട്ടനാണെങ്കിൽ നിഖിൽ ചേട്ടൻ ഭക്ഷണം കഴിക്കുന്ന കണ്ടപ്പോൾ ചേട്ടൻ മടിയിൽ കുറച്ച് നേരം കയറിയിരുന്നു. അപ്പോൾ ചേട്ടൻ 2-3 വായ കൊടുത്തപ്പോൾ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ സമയം കൊണ്ട് ഞാൻ അല്ലൂസിനൊന്ന് കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. കുളി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഞ്ഞി അടിച്ചു കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും വയറ്റിൽ കിടന്നാലേ ഇവർക്ക് ഛർദ്ദിക്കാനായാലും ഈ മോശം പോകാനായാലും എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. അതിന് ഉപരി ഇവർ ഭയങ്കരമായിട്ട് പനി വന്നതിനേക്കാളും കൂടുതൽ ക്ഷീണമായി പിള്ളേർക്ക് ഇത് വന്നപ്പോൾ. കാല് മര്യാദ വെച്ചേ അതുപോലെ ഈ സമയം കൊണ്ട് നമ്മുടെ കാശിക്കുട്ടൻ നല്ലൊരു ഉറക്കം ഇറങ്ങിയിട്ടുണ്ട്. അവനെ എനിക്കേണ്ട സമയമായി. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ഹോളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരട്ടെ. കാരണം ഇവരെ കളിപ്പാട്ടങ്ങളും പിന്നെ ഇവർ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാൻ പോവാണ്. ഇപ്പോൾ അയനൂസായാലും കാലത്ത് ഒരു മരുന്ന് കഴിച്ചതിനൊരു ഇതിലിരുന്നിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ 2 പേരും അയനൂസ് കുറച്ച് ഫുഡ് കഴിച്ചു, അല്ലൂസാണെങ്കിൽ കുറച്ച് ബിസ്ക്കറ്റ് കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇവന്മാരിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ക്ലീൻ ആക്കാനേ പറ്റില്ല കേട്ടോ. കാരണം തുടയ്ക്കാനായാലും ഇവർ ഓടി വരും, അപ്പോൾ വഴിക്ക് വീഴും, അങ്ങനെയൊക്കെ വീണിട്ടുണ്ട്. പിന്നെ അടിച്ചു വാരാനായാലും അടിച്ചു വാരിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് വന്നിട്ട് ചിക്കി പരത്തും, വണ്ടി കൊണ്ടുവരും, അതിൽ കളിപ്പാട്ടങ്ങളൊക്കെ വലിച്ചെറിയും. അപ്പോൾ ഇവരെ മാറ്റിയിട്ടാണ് മിക്കതും ചെയ്യുക. ഇപ്പോൾ ആർക്കും കഴിയൊഴിവ് ഉണ്ടായിരുന്നില്ല. അമ്മ അപ്പുറത്ത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതേപോലെ തന്നെ അഞ്ജു ചേച്ചി അപ്പുറത്ത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവരെ വെച്ചിട്ട് എന്നെ അടിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ പാറുമോൾ എത്തിയിട്ടുണ്ട്. ആ ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ പാറുമോളും ചാച്ചൻ്റെയും സ്നേഹപ്രകടനമാണ് കാണുന്നത്. പിന്നെ നമ്മുടെ വീരപ്പന്മാർ അതിൻ്റെ ഇടയിൽ കിടന്ന് വരികണുണ്ട്. പിന്നെ ഇത് ചേച്ചി എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ഞാനിപ്പോൾ അത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഈ ക്ലിപ്പ് കാണുന്നത്. അപ്പോൾ എന്തായാലും ചേച്ചിനൊന്ന് നാണം കെടുത്താമെന്ന് വിചാരിച്ചു. നല്ല രീതിക്കൊന്ന് പ്രൊമോഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പാറുമോളുടെ ഡാൻസിൻ്റെ യൂണിഫോമിൻ്റെ ഷാളാണ് കേട്ടോ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല, എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവില്ല. കുറേ നേരം ഉണ്ട് ഈ ക്ലിപ്പ്. ഞാനിപ്പോൾ പകുതി എന്തായാലും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാൻ പോവാണ്. എന്തുട്ടാ വേണ്ടത്? ഏത് പറയണ വായ തുറന്നിട്ട് എന്തുട്ടാ വേണ്ടത്? അപ്പോൾ നമ്മുടെ പാറുകുട്ടനും കാശിക്കുട്ടനും അല്ലൂസിനും അയനൂസിനും ഒക്കെ ചോറ് എടുക്കേണ്ട സമയമായിട്ടാണ്. ഇവർ കാലത്തെ ഫുഡ് കഴിഞ്ഞ് ചെറിയൊരു ഉറക്കം എണീറ്റ് വരുമ്പോഴേക്കും അടുത്ത ഫുഡിനുള്ള സമയമായിരിക്കും. അപ്പോൾ ഇപ്പോൾ കാശിക്കുട്ടനായാലും ഒരു വാവിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഫുഡ് അധികം കഴിക്കുന്നില്ല. പിന്നെ അവന് പണ്ടേ വെള്ളം കുടിക്കാൻ മടിയാണ്. അപ്പോൾ ഇതേപോലെ പാറു ചേച്ചിയുടെ വാട്ടർ ബോട്ടിൽ ഞങ്ങൾ കൊടുക്കും. നമ്മളെ കാശിക്കുട്ടനെ ചാച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ട ജീവനാണ്. അഞ്ചു ചേട്ടൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ പോണത് നമ്മുടെ നീർച്ചേട്ടൻ്റെ അടുത്താണ്. അപ്പോൾ അതേ നീർച്ചേട്ടൻ ഒട്ടി നിൽക്കുകയാണ്, സ്നേഹം പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്താണെങ്കിൽ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളത്തിൽ അടിച്ചിട്ട്, അതായത് ഭയങ്കര ലൂസായിട്ട് അടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലൂട്ടനാണെങ്കിൽ ക്ലാസ്സിൽ കുറച്ച് ഇങ്ങനെ കുടിച്ചു, ഒരു 3/4 ഗ്ലാസ്സോളം കുഞ്ഞു ഗ്ലാസ്സിൽ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ സ്പൂണിൽ കോരി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഇതേപോലെ കുടിക്കും. ഇതൊക്കെ കുറേ പോയെങ്കിലും കുറച്ചെങ്കിലും അകത്തേക്ക് ചെല്ലോ. അപ്പോൾ അതേപോലെ അമ്മ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് 2-3 വറ്റ് കുറച്ച് കഞ്ഞിവെള്ളത്തിൽ. പക്ഷെ കണ്ടിട്ടുണ്ടെങ്കിൽ അതായത് ഇവർക്ക് കുടിച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം തന്നെ തോന്നും. ഇവന്മാർ ഭയങ്കര വില്ലന്മാരാണ്. വറ്റൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തിന്നൂല്ല. ചെറിയൊരു സമാധാനം ഉണ്ട്. വൈകുന്നേരമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഛർദ്ദിയും നിശേഷമില്ല എന്ന് പറയും. കാലത്ത് ഒരാഴ്ച മാത്രമേ അല്ലു ഛർദ്ദിച്ചുള്ളൂ. ഇപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ. അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ കൂടെ കുറച്ച് അരിയും നമ്മുടെ ചോറും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചു ചെറിയൊരു കട്ടിയിൽ കൊടുക്കുന്നുണ്ട്. കാരണം ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഇവർ ഒരിക്കലും പറ്റിച്ചു കൊടുക്കാനേ പറ്റില്ല. ഇവരാണെങ്കിൽ ORS കഴിക്കുന്നില്ല, നമ്മുടെ കരിക്കും വെള്ളം വാങ്ങിച്ചിട്ട് അത് കഴിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല. കട്ടൻ ചായ കുടിക്കും, കഞ്ഞിവെള്ളം കുടിക്കും. അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളത്തിൽ കൂടെ കുറച്ച് ചോറടിച്ച് കൊടുത്തു വയ്ക്കും. അപ്പോൾ അത് കുടിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലും വയറ്റിലൊന്നും കെടുക്കൂലല്ലോ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് വേറെ. ചിലപ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ടായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും. ഈ അല്ലുവിനൊക്കെ കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അച്ഛൻ്റെ മടിയിലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. പാറുമോള് ഡാൻസ് കഴിഞ്ഞ് വന്നിട്ട് അഞ്ജു ചേച്ചി പഠിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ
ഇത് ഏട്ടനിരുന്ന് ഫുഡ് കഴിക്കാട്ടെ. ഏട്ടൻ മോരൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നിഖിൽ ചേട്ടനാണെങ്കിൽ നിഖിൽ ചേട്ടൻ അന്നെന്തോ ഇത് മീൻ കറി മീൻ വറുത്തൊന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നിഖിൽ ചേട്ടൻ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം നോണാണ്. മീൻ കറി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് പരിപ്പ് അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പം മുപ്പൊരു മുട്ടപ്പ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കാശുക്കുട്ടൻ എൻ്റെ ബാക്കിൽ കൂടെ നടക്കുകയാണ്. ഫ്രിഡ്ജ് തുറന്ന് എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതേപോലെ ഒരു ബുൾസായൊക്കെ അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇവർ ഭയങ്കരമായിട്ട് മറച്ചിടൊന്നും ചെയ്യില്ല. ശരിക്കും ഇങ്ങനെ കുറച്ചുകൂടെ ഇളം ബുൾസൈ ആയിരുന്നു തിന്നുക. ഈ ഉണ്ണിയൊക്കെ ഇങ്ങനെ നിൽക്കണം, അങ്ങ് ചെറുതായിട്ടൊന്ന് വാടാനേ പാടുള്ളൂ. അപ്പോൾ ഞാൻ കാശിക്കൂട്ടിനെ കുറച്ച് മുന്തിരി എടുത്ത് കൊടുത്തു കേട്ടോ. ഹാപ്പി അല്ലേ കുഞ്ഞു, ഹാപ്പി അല്ലേ? അപ്പളിക്കും ദേ ഉറങ്ങിയവരൊക്കെ എണീറ്റ് തുടങ്ങിയത്. ആദ്യം അതിന് എണീറ്റ് അതിനൊക്കെ ആണെങ്കിൽ ഒരുപാട് ക്ഷീണമായി. നമുക്ക് അതിൻ്റെ ഫേസ് കാണുമ്പോൾ മനസ്സിലായി ആവതില്ല, എണീറ്റ് നടക്കാൻ പോലും കുട്ടിക്ക് ആവതില്ല ഉണ്ടായി. അപ്പോൾ ചേട്ടൻ കഴിക്കാണ്. നമ്മുടെ അർജുൻ റെഡ്ഡി ഫിലിം ഇരുന്ന് കാണാണ്ട് ഇതൊരു ഒരുപാട് വട്ടത്ത് കണ്ട പടാ. പക്ഷേങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇത് കാണാനായിട്ട് ഇവർക്ക്. അപ്പോൾ ഇത് അതിരുന്ന് കാണാണ്. ഞാനാണെങ്കിൽ നമ്മുടെ അതിനോസ് ഒന്ന് ഉറങ്ങിയിട്ട് വേണം എനിക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട്. നമ്മുടെ കാശുകുട്ടനാണെങ്കിൽ കുഞ്ഞുറക്കൊക്കെ കഴിഞ്ഞു. അല്ലൂസാണെങ്കിലും സമയം കിടന്ന് ഉറങ്ങായിരുന്നു കേട്ടോ. അല്ലു നല്ലൊരു ഉറക്കുറങ്ങി എണീറ്റപ്പോൾ അവൻ്റെ പകുതി ഒരു ക്ഷീണം മാറിയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ അവന് ഈ പറഞ്ഞ പോലെ കുറച്ച് കഞ്ഞി അടിച്ചിട്ട് കൊടുക്കാതിരിക്കുകയാണ് കേട്ടോ. ഒന്നും പറയണ്ട ഗൈസ്. നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് ഇത് തന്നെ പണി? സത്യം പറയാൻ ഞങ്ങൾക്ക് ഇത് തന്നെയാണ് പണി. അത് കഴിഞ്ഞപ്പോഴേക്കും ഇതേ 3:45 4 മണി ആയിട്ടുണ്ട്. ചായ വയ്ക്കാൻ പോവാണ്. അപ്പോൾ എനിക്കും മഞ്ജു ചേച്ചിക്കും ഹിൽച്ചേട്ടനും അച്ഛനും പാൽ ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ ഒരു പാൽ ചായ പ്രേമികളാണെന്ന് തന്നെ പറയാം. അവിടെ ഇതേപോലെ ഒരുപാട് ഉണ്ടെങ്കിൽ ഞങ്ങളൊരു പാത്രത്തിൽ ഒഴിച്ച് വെക്കും. ഒരു കുഞ്ഞു കലത്തിലുണ്ട്. ആ കലത്തിൽ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ഉച്ചരണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളതിങ്ങനെ ഞാനും ചേച്ചിയൊക്കെ എടുത്ത് ചൂടാക്കി കുടിക്കും. പണിക്കാട്ടൊരു വീട്ടിലെ നിഹാന്താർജനം. അപ്പോൾ ഇതേ ചായ റെഡി. ചായക്കൊപ്പം കുറച്ച് മുറുക്ക്, മറ്റേ ഉഴുന്നട മുറുക്കില്ലേ, മുറുക്ക് തക്കാളി മുറുക്കാണെന്ന് പറയാം, അതുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അമ്മ കപ്പലണ്ടി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. അത് കുറെ ദൂരം ഓടിയാലല്ല സൈലൻസ് ചൂടാവുള്ളൂ. എന്റെ ഫോട്ടോ തന്നേ. അപ്പോൾ അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു, ചായ കുടിച്ച പാത്രം, പിന്നെ മുന്നിൽ കുറച്ച് ഫുഡൊക്കെ കൊടുത്ത പാത്രങ്ങൾ ഉണ്ടായിരുന്നു കഴുകിക്കാനായിട്ട്. നമ്മുടെ വീട്ടിലെ പാത്രത്തിനും അതേപോലെ തന്നെ തുണികൾക്കും ഒരു കണക്കില്ല കേട്ടോ. നമ്മൾ ഇത്ര പേര് കഴിച്ച പാത്രങ്ങളും തുണികളൊക്കെ ഒരുപാട് ഉണ്ടായിരിക്കും നമ്മുടെ വീട്ടിൽ. പിന്നെ അതേ നമ്മുടെ ഹൈനൂസ് ആണെങ്കിൽ എൻ്റെ പിറകെ നടക്കുകയാണ്. ചേച്ചിയമ്മ പഠിക്കാൻ കേട്ടോ, അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. എന്താ മോളെ ഇപ്പൊ 5 വടിയൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഇരിക്കുക. കാരണം പാറോസിനൊരു പേടി വരാൻ വേണ്ടി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവൾക്ക് മൂടില്ല എഴുതാനൊക്കെ ആയിരുന്നു. നല്ല മൂടുള്ള സമയത്ത് 5 നമ്മൾ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയാം അമ്മ എനിക്ക് എഴുതി പഠിക്കണം, എഴുതാൻ എന്തെങ്കിലും തായോ, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാം, ബുക്ക് കൊടുത്തുകൊണ്ട് വരും. നല്ല മൂട് പെട്ടെന്ന് പഠിക്കും പിള്ളേർ. അങ്ങനെയാണ് അവരെ മൂട് വരുമ്പോൾ ആ സമയം നോക്കി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേങ്കിൽ നാളെ ഹോംവർക്ക് എഴുതി കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ എഴുതി പഠിപ്പിക്കേണ്ടത്. പിന്നെ അതേ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അമൃതം പൊടി കുറച്ച് അധികം വെള്ളത്തിൽ കുറച്ച് ലൂസാക്കിയിട്ട് കൊടുക്കാൻ വിചാരിച്ചു, കുറുക്ക് കൊടുക്കാൻ വിചാരിച്ചു. ഡോക്ടറോട് ചോദിച്ചപ്പോൾ വയറിന് വലിയ കുഴപ്പമൊക്കെ ഇല്ലെങ്കിൽ കൊടുത്തോളാൻ പറഞ്ഞു കേട്ടോ ഈ ഒരു സംഭവം. പിന്നെ ഓരോരുത്തർക്കും ഓരോ എന്താ പറയുക സജഷൻസ് ആണല്ലോ. ഇത് നമ്മുടെ അല്ലൂസിനെ കടിച്ചതാണ് കേട്ടോ. നമ്മുടെ ഐനൂസ് പാക്ക് ചെയ്തിട്ട് ഒരു ഒറ്റ കടി. നമ്മുടെ കടിയൻ കുറുമ്പനാണ് നമ്മുടെ ഐനൂസ്.
അതിനുട്ടനെ ഇങ്ങനെ പാവം പോലെ ഇരിക്കുന്നത് നോക്കണ്ട. അവൻ്റെ കയ്യിലുള്ള ഏറ്റവും ഒരു ബാഡ് ഹാബിറ്റാണ് ഈ കടി. അത് നമ്മുടെ പിള്ളേരൊന്നും അറിയില്ല, ഞങ്ങളും അറിയില്ല. നൈസായിട്ട് പോയിട്ട് കടിച്ചു പോരും. പക്ഷേങ്കിൽ അവനെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നെഞ്ച് പൊട്ടിക്കരയും. ഇപ്പോൾ തന്നെ ഞാൻ കുറുക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇനി ദൈവത്തിന് അറിയാം, ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ചായ എന്നാണ് പറയുന്നത്, ചോറ് തിളപ്പിച്ചൂറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് രാത്രിക്കലത്തെ. അപ്പം എനിക്കും അച്ഛനും അഞ്ചു ചേച്ചിക്കും നിഖിൽ ചേട്ടനാണ് ചോറ്, ഞങ്ങളാണ് ചോറ് വയ്ക്കുക. പിന്നെ രാത്രിയിൽ കറി അധികം ഉണ്ടായിരുന്നില്ല, കാരണം അവർക്കൊരു തലേദിവസം ഒരു പാർട്ടി ഉണ്ടായിരുന്നു, അവർ അങ്ങോട്ട് പോയിരിക്കേണ്ട കല്യാണത്തിൻ്റെ ചേട്ടന്മാരൊക്കെ. ഞാനും അഞ്ചു മാത്രമേ ഉള്ളൂ. അപ്പം അഞ്ചു ആണെങ്കിൽ പരിപ്പൂട്ടാൻ കൂട്ടി കഴിച്ചോളും. എനിക്ക് ഈ ഉരുളക്കിഴങ്ങ് വറുത്ത ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് ഞാൻ കൂട്ടി വറുത്ത് കുറേ ചോറുണ്ട് ഞാൻ. എനിക്ക് ഇഷ്ടമല്ല കപ്പണ്ടിക്കുരു. അതങ്ങനെ മസാല വെച്ച് വെച്ചിട്ടുണ്ട്. വീണ്ടും നമ്മുടെ പണി ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ എല്ലാ പിള്ളേരുടെയും മേലൊക്കെ കഴുകിയിട്ടുണ്ട്. പാറൂസിൻ്റെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചോറ് കൊടുക്കാനിരിക്കുകയാണ്. ഇപ്പോഴേ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്താലും 3 4 കഴിയുള്ളൂ. ഒന്നും പറയണ്ട, 2 കഴിഞ്ഞ് ഓൾറെഡി ഇവിടെ ഒരു തലനയ്ക്ക് വേണ്ടി തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നും ഗൈസ്, നിങ്ങൾക്ക് അറിയില്ല, ഇവിടെ മറച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ആൺതെറ്റികൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് വറുക്കാൻ വെച്ചു. 4 മുട്ട വേണം നിങ്ങൾക്ക് വേണ്ടടാ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഗഞ്ചി ചേച്ചിയൊക്കെ പോയിട്ട് ഹാളൊക്കെ അടിച്ചിട്ടോളും. കാരണം ഇവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ വേസ്റ്റൊക്കെ താഴത്തുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിലാണെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. 3 പേരുണ്ടെങ്കിൽ ഞങ്ങൾ 3 പേരും ഇങ്ങനെ വന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും, എടുക്കാൻ പറയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഒരു ജോലി എടുക്കുന്നത് നമുക്കത് നമ്മൾ വിചാരിക്കുന്ന സമയത്തേക്ക് നമുക്കത് പൂർത്തിയാക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അവർക്ക് അറിയുമ്പോൾ നമുക്ക് എടുക്കാതിരിക്കാനും പറ്റില്ല. ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു തൈര് ഉണ്ടാക്കാൻ വേണ്ടി പാലിൽ കുറച്ച് തൈരൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുന്നത് സക്സസ് ആവും നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.